ഹായ് ഫ്രണ്ട്സ്, എവർക്കും PSC ഗുരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അന്വേഷണ ഏജൻസികളെ കുറിച്ചിട്ടാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, അതുപോലെ തന്നെ CBI, അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ED. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം അതിനടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യം നോക്കുന്നത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കുറിച്ചിട്ടാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലെങ്കിൽ NIA നിലവിൽ വന്നത് 2009 ആസ്ഥാനം ന്യൂഡൽഹി. NIAയുടെ കേരളത്തിലെ ആസ്ഥാനം കൊച്ചിയാണ്. ദേശീയ അന്വേഷണ ഏജൻസിയെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. അമേരിക്കയിലെ FBI മാതൃകയിലാണ് NIA രൂപീകരിച്ചിട്ടുള്ളത്. NIAയുടെ ആദ്യ ഡയറക്ടർ രാധാ വിനോദ് രാജുവാണ്. NIAയുടെ നിലവിലെ ഡയറക്ടർ യോഗേഷ് ചന്ദ്ര മോദിയാണ്. ഒന്നുകൂടി പറയാം, NIAയുടെ നിലവിലെ ഡയറക്ടർ യോഗേഷ് ചന്ദ്ര മോദിയാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ചിട്ടാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ്റെ ആസ്ഥാനം സദാർത്ഥ ഭവൻ ന്യൂഡൽഹിയിലാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റിയാണ് സന്താന കമ്മിറ്റി. സെൻട്രൽ വിജിലൻസ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3. ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് ഇതിലുള്ളത്. അംഗങ്ങളുടെ കാലാവധി 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ സഞ്ജയ് കോത്താരിയാണ്. ആദ്യം വിജിലൻസ് കമ്മീഷണർ ആയിരുന്നത് N. ശ്രീനിവാസ റാവുവാണ്. അടുത്തത് നോക്കാൻ പോകുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ CBIയെ കുറിച്ചിട്ടാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ് CBI. ഇത് നിലവിൽ വന്നത് 1963 ഏപ്രിൽ 1. CBIയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. CBIയുടെ ആദ്യ മേധാവി DP കോഹ്ലിയാണ്. നിലവിലെ CBIയുടെ മേധാവി ഋഷികുമാർ ശുക്ലയാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ EDയെ കുറിച്ചിട്ടാണ്. ED നിലവിൽ വന്നത് 1956 മെയ് 1. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന പേര് സ്വീകരിച്ചത് 1957. EDയുടെ ആസ്ഥാനം ന്യൂഡൽഹി. നിലവിലെ EDയുടെ മേധാവി സഞ്ജയ് കുമാർ മിശ്രയാണ്. ഇന്ന് നമ്മൾ വിവിധ അന്വേഷണ ഏജൻസികളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.